ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് കുറച്ച് ഇൻ്റർവ്യൂ അപ്ഡേറ്റ്സ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനാണ്. ഇൻ്റർവ്യൂ അപ്ഡേറ്റ്സ് എന്ന് പറയുമ്പോഴത്തേക്ക് ന്യൂ ഇൻ്റർവ്യൂ അപ്ഡേറ്റ്സ് അല്ല, ഇതുവരെ ചെയ്തിട്ടുള്ള ഇൻ്റർവ്യൂ റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ. അത് നിങ്ങൾ ഉറപ്പായിട്ടും അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ്. അതുകൊണ്ടാണ് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. നിങ്ങൾക്കറിയാവുന്നതാണ്, എൻ്റെ ചാനലിൽ നഴ്സസിനുള്ള ഫ്രീ റിക്രൂട്ട്മെൻറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള വേക്കൻസീസ് ഒക്കെ ഞാൻ പോസ്റ്റ് ചെയ്യാറുണ്ട്. അതിൽ ഞാൻ മെൻഷൻ ചെയ്യാറുണ്ട് നിങ്ങൾ ഏത് മെയിൽ ഐ ഡിയിലേക്കാണ് നിങ്ങളുടെ CV സെൻഡ് ചെയ്യേണ്ടത് എന്നുള്ളത്. നിങ്ങൾ പലരും CV ഒക്കെ സെൻഡ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ചിലർ എനിക്ക് മെസ്സേജ് അയക്കാറുണ്ട്, ഞങ്ങൾക്ക് അവിടുന്ന് റിപ്ലൈ ഒന്നും കിട്ടിയിട്ടില്ല എന്ന്. ചിലർ മെസ്സേജ് അയക്കും, നമ്മുടെ CV ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്, താങ്ക് യു സോ മച്ച്. ചിലർ പറയാറുണ്ട് ഇൻ്റർവ്യൂ കിട്ടി, ചിലർ പറയാറുണ്ട് ഇൻ്റർവ്യൂ സെലക്ട് ആയി. എനിവേ, നിങ്ങൾക്ക് കിട്ടുന്ന ഇൻഫോർമേഷൻ നിങ്ങൾ എന്നോട് ഷെയർ ചെയ്യുന്നതിന് ഒത്തിരി താങ്ക്സ്. നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യം നിങ്ങളെ അറിയിക്കാൻ വേണ്ടിയാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ആദ്യത്തെ ഒരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങളിപ്പം ഒരു വേക്കൻസിക്ക് നിങ്ങളുടെ CV സെൻഡ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ചിലർ ഓട്ടോമാറ്റിക് റിപ്ലൈ തരും, ചിലർ അതും തരത്തില്ല. ചിലപ്പോൾ ഒരു 1 month ഒക്കെ എടുക്കും റിപ്ലൈ കിട്ടാനായിട്ട്. അതിൽ നിങ്ങളുടെ CV ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമാണ് അവർ നിങ്ങൾക്ക് റിപ്ലൈ തരുന്നത്, അല്ലെങ്കിൽ അവർ നിങ്ങൾക്ക് റിപ്ലൈ തരണമെന്നില്ല. ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ അറിഞ്ഞിരിക്കുക. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പലരും മെസ്സേജ് അയക്കാറുണ്ട്, ഞങ്ങൾക്ക് ഒരു റെസ്പോൺസ് കിട്ടിയിട്ടില്ല എന്നുള്ളത്. അപ്പോൾ അവരുടെ അറിവിലേക്കാണ് ഈ ഒരു കാര്യം പറയുന്നത്. വൺസ് അവർ ഷോർട്ട് ലിസ്റ്റ് ചെയ്തെങ്കിൽ മാത്രമേ അവർ നിങ്ങൾക്ക് മെയിൽ അയക്കത്തുള്ളൂ, അല്ലെങ്കിൽ ഒരു ഓട്ടോമാറ്റിക് റിപ്ലൈ. അതിൽ കൂടുതൽ നിങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യേണ്ട. ചിലപ്പോൾ 1 month ഒക്കെ എടുക്കാം ആ ഒരു റെസ്പോൺസ് കിട്ടണമെങ്കിൽ. പിന്നെ രണ്ടാമത്തെ കാര്യം, നിങ്ങൾ ഒരു ഏജൻസിക്ക് നിങ്ങളുടെ CV സെൻഡ് ചെയ്തെന്ന് വെച്ചുകൊണ്ട് ഓക്കെ ഇനിയെല്ലാം കഴിഞ്ഞു എന്ന് പറഞ്ഞിരിക്കരുത്. വേറെ ഏതെങ്കിലുമൊക്കെ വേക്കൻസീസ് നിങ്ങൾക്ക് സ്യൂട്ടബിളായിട്ട് വരുന്നത് കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് വീണ്ടും നിങ്ങളുടെ CV സെൻഡ് ചെയ്യാവുന്നതാണ്. അടുത്തൊരു കാര്യം എന്ന് പറയുന്നത്, വൺസ് നിങ്ങളുടെ CV ഷോർട്ട് ലിസ്റ്റഡ് ആയെങ്കിൽ അവർ നിങ്ങൾക്ക് മെയിൽ അയക്കും, നിങ്ങളുടെ CV ഷോർട്ട് ലിസ്റ്റഡ് ആയെന്ന് പറഞ്ഞ്. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത്, നിങ്ങൾക്കൊരു ഇൻ്റർവ്യൂ ഡേറ്റ് തരിക എന്നുള്ളതാണ്. അപ്പം ഷോർട്ട് ലിസ്റ്റഡ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ മെയിൽ അയച്ചിട്ട് അവർ പറയും നിങ്ങൾക്ക് ഇന്നൊരു ദിവസം ഞങ്ങൾ ഇൻ്റർവ്യൂ ഡേറ്റ് തരുന്നതായിരിക്കും. അത് ഏത് ഡേറ്റ് ആണെന്നൊക്കെ നിങ്ങളെ പിന്നെ അറിയിക്കാവുന്ന. അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കാണ് നിങ്ങൾക്ക് ഇൻ്റർവ്യൂവിൻ്റെ ഡേറ്റ് പ്രതീക്ഷിച്ചിരിക്കുന്ന നിങ്ങൾക്കൊരു മെയിൽ വരികയാണ്, നിങ്ങളെക്കാളും കുറച്ചുകൂടി എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ളവരെ ഞങ്ങൾ സെലക്ട് ചെയ്തു, അതുകൊണ്ട് നിങ്ങൾക്ക് ഇൻ്റർവ്യൂ ഡേറ്റ് കിട്ടിയിട്ടില്ല എന്നുള്ളത്. അതെങ്ങനെ ഇരിക്കും? ഭയങ്കര ഷോക്കിംഗ് അല്ലേ? ഈ ഒരു ഇൻഫർമേഷൻ എനിക്ക് ന്യൂ ആണ്. ഇത് എൻ്റെ ഒരു സബ്സ്ക്രൈബർ എനിക്ക് ഇൻസ്റ്റയിൽ മെസ്സേജ് അയച്ചതാണ്, ആൾക്ക് ഇങ്ങനെ ഒരു റിപ്ലൈ കിട്ടി എന്നുള്ളത്. ഞാൻ അതിൻ്റെ വോയിസും കൂടെ ഇതിൽ ആഡ് ചെയ്തേക്കാം. ഞാനിപ്പോൾ റീസെൻ്റ്ലി കോപ്പി യൂണിവേഴ്സിറ്റി ഹോസ്പിറ്റലിലേക്ക് വന്നൊരു ഇൻ്റർവ്യൂവിൻ്റെ അപ്ഡേറ്റ് കണ്ടിട്ട് ഞാനത് അപ്ലൈ ചെയ്തായിരുന്നു. സാനിയുടെ മെസ്സേജിൽ യൂട്യൂബിൽ വീഡിയോ കണ്ട് ആണ് ഞാനത് അപ്ലൈ ചെയ്തപ്പോൾ തന്നെ എനിക്ക് റിപ്ലൈ വന്നായിരുന്നു. റിപ്ലൈ വന്നു, എൻ്റെ ഡോക്യുമെൻറ്റ്സ് എല്ലാം അവർ ചോദിച്ച ഡോക്യുമെൻറ്റ്സ് എല്ലാം ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ സ്റ്റാഫ് ആപ്ലിക്കേഷൻ ഫോം ഞാൻ കൊടുത്തു. എന്നിട്ട് അവരെനിക്ക് റിപ്ലൈ മെയിൽ അയച്ചു, വൺസ് ഹോസ്പിറ്റലിൽ നിന്ന് ഇൻ്റർവ്യൂ ഡേറ്റും അപ്ഡേഷനും കിട്ടിക്കഴിഞ്ഞാൽ ഞങ്ങൾ നിങ്ങളെ അറിയിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ വെയിറ്റ് ചെയ്തായിരുന്നു. പക്ഷേ ഒരു 2 weeks കഴിഞ്ഞപ്പോഴാണ് അവരെനിക്ക് വീണ്ടും റിപ്ലൈ മെയിൽ അയച്ചു, ഹോസ്പിറ്റൽ സൈഡിൽ നിന്ന് നിങ്ങളുടെ ആപ്ലിക്കേഷൻ ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ടില്ല, ഇൻ്റർവ്യൂവിന് വേണ്ടി കൺസിഡർ ചെയ്തിട്ടില്ല, അതുകൊണ്ട് ഈ ഒരു ഓപ്പർച്യൂണിറ്റി മുന്നോട്ട് പ്രൊസീഡ് ചെയ്യാൻ പറ്റില്ല എന്നുള്ള രീതിയിൽ എനിക്കൊരു റിപ്ലൈ മെയിൽ അയച്ചായിരുന്നു. അപ്പോൾ നമുക്ക് ഈ ഏജൻസിക്കാർ നമ്മുടെ CV ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് കഴിഞ്ഞാലും ഹോസ്പിറ്റൽ സൈഡിലേക്ക് നമ്മുടെ ആപ്ലിക്കേഷൻ ഫോം വിടുന്ന സമയത്ത് അവിടുന്ന് ഇൻ്റർവ്യൂവിന് നമ്മൾ ഷോർട്ട് ലിസ്റ്റ് ആവാത്ത ആ ഒരു സിറ്റുവേഷൻ വരാറുണ്ടോ? ഇങ്ങനെയും സംഭവിക്കാം. അപ്പോൾ ഒരു ഷോക്ക് ആകാതിരിക്കാൻ വേണ്ടിയാണ് എനിക്ക് ഈ കിട്ടിയ ഒരു ഇൻഫോർമേഷൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. നമ്മൾ എല്ലാത്തിനും എക്സ്പെക്റ്റ് ചെയ്തിരിക്കണം. അപ്പം അതേപോലെ നിങ്ങൾക്ക് ഇൻ്റർവ്യൂവിൻ്റെ ഡേറ്റ് തരാമെന്ന് പറഞ്ഞ് നിങ്ങൾക്ക് മെയിൽ വന്നാലും നിങ്ങൾക്ക് ആ സമയത്തും അതിൻ്റെ ഇടയ്ക്കൊക്കെ നിങ്ങൾക്ക് പുതിയ വേക്കൻസീസിൻ്റെ എന്തെങ്കിലുമൊക്കെ ഇൻഫോർമേഷൻസ് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ CV സെൻഡ് ചെയ്യുക. ഒരെണ്ണത്തിന് വേണ്ടി മാത്രം വെയിറ്റ് ചെയ്തിരിക്കരുത്. അത് പറയാൻ വേണ്ടിയാണ് ഈ ഒരു കാര്യം നിങ്ങളോട് ഷെയർ ചെയ്തത്. ഇനി വേറൊരു കാര്യം, KCRൻ്റെ അണ്ടറിൽ പീഡിയാട്രിക് EDയിലേക്കും അതേപോലെ തന്നെ ഓപ്പറേഷൻ തിയേറ്ററിലേക്കും എങ്ങാണ്ടുള്ള വേക്കൻസീസ് വന്നിരുന്നു. പലരും അത് സെൻഡ് ചെയ്ത് കാണും. എന്നാ വന്നതെന്ന് ഞാൻ കൃത്യമായിട്ട് ഓർക്കുന്നില്ല, എൻ്റെ ഏതെങ്കിലും ഒരു പഴയ വീഡിയോയിൽ കാണുമായിരിക്കും. അതിൻ്റെ CV ഇപ്പോഴാണ് ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്നത്. അതിൻ്റെ ഇൻ്റർവ്യൂ അവർ May 7th May 8th ഓൺലൈനായിട്ട് നടത്തുമെന്നുള്ളൊരു ഇൻഫോർമേഷൻ കിട്ടി. ആ ഒരു CV സെൻഡ് ചെയ്തവരുടെ അറിവിലേക്കാണ് ആ ഒരു ഇൻഫോർമേഷൻ പറയുന്നത്. അവരെനിക്ക് അയച്ച മെയിൽ ഞാൻ ഈ സൈഡിൽ കാണിച്ചേക്കാം. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ യൂസ്ഫുൾ ആയിരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇന്നത്തെ വീഡിയോ യൂസ്ഫുൾ ആയി തോന്നിയെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതേപോലെ തന്നെ നഴ്സിംഗ് പ്രോസസ്സിംഗ് റിലേറ്റഡ് ആയിട്ട് വേറെ എന്തെങ്കിലുമൊക്കെ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ ഇൻസ്റ്റാഗ്രാം ഒന്ന് ഫോളോ ചെയ്തിട്ട് അതിലും മെസ്സേജ് ആയിട്ട് ചോദിക്കാവുന്നതാണ്. അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.